അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകിയ വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 30-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅ്കുലു, നിങ്ങൾ ഭക്ഷിക്കരുത്, അംവാലക്കും, നിങ്ങളുടെ ധനം, ബൈനക്കും, നിങ്ങൾ പരസ്പരം. അപ്പോൾ നിങ്ങളുടെ ധനം, നിങ്ങൾ പരസ്പരം നിങ്ങൾ ഭക്ഷിക്കരുത്, ബിൽ ബാത്തിലി, അധാർമികമായ നിലയിൽ. ഈ അധാർമികമായ നിലയിൽ നിങ്ങൾക്കിടയിൽ ഉള്ള നിങ്ങളുടെ ധനം നിങ്ങൾ ഭക്ഷിക്കരുത്. അപ്പോൾ ഇത് ഒരു വലിയ വിഷയമാണ്. നമ്മൾ പരസ്പരം ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുന്നവരാണ്, നമ്മൾ താമസിക്കുന്നവരാണ്. അങ്ങനെ പല രീതിയിലുള്ള, ഇപ്പോൾ വിശ്വാസികളോടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരസ്പരം, ഓ യു ഹു ബിലീവ്, വിശ്വാസികളെ, ഡോണ്ട് കൺസ്യൂം വൺ അനദേഴ്സ് വെൽത്ത് അൺജസ്റ്റ്ലി, അനീതിയോടെ, അക്രമത്തോടെ, ധാർമ്മികതയില്ലാതെ മറ്റുള്ളവരുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്. ബട്ട് ഓൺലി ഇൻ ലാഫുൾ ട്രേഡിംഗ്, എന്നാൽ ഇല്ല അൻ തക്കൂന തിജാറതൻ അൻ തറാദിൻ മിൻകും, ഇല്ല അൻ തക്കൂന, അല്ലാതെ, തിജാറത്തൻ, ഒരു കച്ചവടത്തിലൂടെ അല്ലാതെ, അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെടുന്ന കച്ചവടത്തിലൂടെ അല്ലാതെ, നിങ്ങൾ അധാർമികമായി നിങ്ങൾ പരസ്പരം ആഹാരം, നിങ്ങളുടെ ധനം എടുത്ത് കഴിക്കരുത്. അതുപോലെ വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ, അന്യായമായ നിലയിൽ നിങ്ങൾ കൊല്ലരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, നിങ്ങളോട്
അള്ളാഹു വളരെ കരുണയുള്ളവനാണ്. ഇപ്പം നിങ്ങൾ പരസ്പരം അന്യായമായ നിലയിൽ ആഹാരം കഴിക്കരുത് എന്ന് പറയുന്നു. ഇപ്പം ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുണ്ടാവും, മക്കളുണ്ടാവും, ചിലപ്പോൾ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടാകാം. ഇങ്ങനെ പലരും കൂടിച്ചേർന്ന് കഴിയുന്നവർ. അതിനുശേഷം അവർ പ്രായപൂർത്തിയാകുന്നു, അവർക്കൊക്കെ ജോലി കിട്ടുന്നു, എന്നിട്ട് അവരൊക്കെ കുടുംബങ്ങളായിട്ട് മാറിപ്പോകുന്നു. ഒടുവിൽ ഈ മാതാപിതാക്കൾ മാത്രമൊക്കെ ആയിരിക്കും വീട്ടിൽ കാണുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ നോക്കിക്കണ്ട് ചെയ്യാനും പറ്റുകയില്ല. അങ്ങനെ വാർദ്ധക്യത്തിലേക്കും അവർ എത്തിച്ചേരും. അപ്പോൾ ഈ സന്താനങ്ങളുടെ ഒരേ ഒരു നോട്ടം, ഈ പാർട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് എന്ത് അടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കുടുംബത്തിലെ കാര്യമാണ് കേട്ടോ. ഇപ്പം അള്ളാഹു പറഞ്ഞ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും, നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ ധനം നിങ്ങൾ തിന്നരുത് ബിൽ ബാത്തിലി, അന്യായമായിട്ട്. ഇപ്പം മാതാപിതാക്കളെ സന്ദർശിക്കാൻ മക്കൾ വരുന്നു എന്നിരിക്കട്ടെ. അവർ വന്ന് ഒരാഴ്ച താമസിച്ചിട്ടാണ് പോകുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ഈ മാതാപിതാക്കൾ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കൊച്ചൊരു കുടിലായിരിക്കും. അപ്പോൾ ഈ കുടിലിൽ പരിമിതമായ സൗകര്യങ്ങളായിരിക്കും. ഇലക്ട്രിസിറ്റിക്ക് പൈസ വേണ്ടി വരും, മോട്ടോർ പമ്പ് ഒക്കെ അടിച്ച് വെള്ളം വരുത്തുന്നതിനൊക്കെ പൈസ വേണ്ടി വരും. അതുപോലെ ഈ കൊച്ചു കുടിലാണെങ്കിലും ആനുവൽ മെയിൻ്റനൻസ് വേണ്ടി വരും. വന്നിരിക്കുന്നത് ആരാണ്? മക്കളാണ്. അവർക്കോ സമ്പത്തുണ്ടോ? ഉണ്ട്. അവർക്ക് ദാരിദ്ര്യമുണ്ടോ? ഇല്ല. അങ്ങനെ എല്ലാ നിലയിലും സമ്പന്നരായ ഈ ആളുകൾ ഈ വീടുകളിൽ വന്ന് ഒരു ദിവസമോ 2 ദിവസമോ 4 ദിവസമോ 10 ദിവസമോ അവർ യഥേഷ്ടം ഈ പറഞ്ഞതൊക്കെ, അതിന് നമ്മൾ തിരിച്ചറിയണം. ഈ കറണ്ട് ചാർജ് കൃത്യമായി കൊണ്ടടയ്ക്കണം, വെള്ളക്കരം കൃത്യമായിട്ട് കൊണ്ടടയ്ക്കണം, വീടിൻ്റെ ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കണം, നമ്മൾ താമസിക്കുന്ന ലാൻഡിൻ്റെ ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കണം. ഇതിനെല്ലാം പൈസ ചിലവുണ്ട്. ഇനി ഈ താമസിക്കുന്ന വീട് വന്ന് ആനുവൽ മെയിൻ്റനൻസ് നടത്തുന്നതിന് പൈസ വേണം. അപ്പോൾ നമുക്കിതൊന്നും അറിയണ്ട. ഇത് പ്രായമായ ഈ മാതാപിതാക്കളുടെ ആണ്, അത് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് എന്തും അവിടെ കയറി ചെയ്യാം എന്നൊക്കെ ധരിക്കുന്ന മക്കളുണ്ട്. അപ്പം അള്ളാഹ് പറഞ്ഞ, ഞാൻ പറയുന്നതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വിശ്വാസികളെക്കുറിച്ചാണ്, വിശ്വാസികളല്ലാത്തവരെ കുറിച്ചുള്ള കാര്യമല്ല പറയുന്നത്, വിശ്വാസികളെക്കുറിച്ച്. അപ്പോൾ ഈ പറഞ്ഞ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി വരും, വെള്ളക്കരം അടയ്ക്കേണ്ടി വരും, വീടിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരും, ലാൻഡിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരും, ആനുവൽ മെയിൻ്റനൻസ് നടത്തേണ്ടി വരും. ഇങ്ങനെ മക്കളൊക്കെ വളരെ ഉന്നതമായ നിലയിൽ പോയി പഠിച്ച് ജോലിയൊക്കെ കിട്ടി അവരങ്ങനെ സമുന്നതമായ നിലയിൽ കഴിയുന്നു. അപ്പോഴവർ വിചാരിക്കും, അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവരുടെ കയ്യിൽ അതിനുള്ള കാശുണ്ട്, ഇത് അവർ ചെയ്യേണ്ടതാണ് എന്നാണ് സാധാരണ ആളുകൾ ധരിക്കുന്നത്. ഇവിടെ അല്ലാഹു തആല അവനെ വിശ്വസിക്കുന്ന കാര്യമാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തഅ്കുലു അംവാലക്കും, നിങ്ങളുടെ ധനം നിങ്ങൾ ഭക്ഷിക്കരുത്, ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം ഭക്ഷിക്കരുത്, ബിൽ ബാത്തിലി, അന്യായമായ നിലയിൽ. ഇതൊക്കെ നിർവഹിക്കുന്നതിനും
സംരക്ഷിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം ആ കുടുംബത്തിലുള്ള ആളുകൾക്കുള്ളതുപോലെ അവിടെ വരുന്ന മക്കൾക്കും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിഥികൾക്ക് പോലും ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്നത് 3 ദിവസം അനുവാദം കൊടുത്തിട്ടുണ്ട്. ഒരു അതിഥി വീട്ടിൽ വന്നാൽ അതെങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ വീട്ടിലെ കാര്യങ്ങളെന്നും എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു ലൈഫാണ് ഒരു വിശ്വാസിയുടെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി ഒരു ലോഡ്ജിൽ പോയി ഒരു ദിവസം തങ്ങുകയാണെങ്കിൽ, ഇന്നിപ്പം മനസ്സിലാക്കിയെടുത്തോളം ഒരു സിംഗിൾ റൂമിനാണെങ്കിൽ ഒരു ദിവസം തങ്ങുന്നതിന് 600 രൂപ അവർ വാങ്ങിക്കും. ഡബിൾ റൂമിനാണെങ്കിൽ 800, 1000 മുതൽ അങ്ങനെ 10,000 ലക്ഷങ്ങൾ വരെ പോകാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. മിനിമം റിക്വയർമെൻറ്റ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? അന്യായമായി തിന്നുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിന് ഒരു ഐശ്വര്യം ലഭിക്കുന്നതിന് പര്യാപ്തമായ നിലയിൽ മക്കൾ ചെയ്തിരിക്കണം. ബാക്കി എല്ലാവരും പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ ലാ തഅ്കുലൂ അംവാലക്കും, നിങ്ങളുടെ ധനമെടുത്ത് തിന്നരുത് ബൈനക്കും, നിങ്ങൾ പരസ്പരം ബിൽ ബാത്തിൽ, അധാർമികമായ നിലയിൽ. അപ്പോൾ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളെ സന്ദർശിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിറവേറ്റേണ്ടി വരും. കറണ്ട് ചാർജും വെള്ള ചാർജ്, വീട്ടിൻ്റെ ടാക്സ്, ലാൻഡിൻ്റെ ടാക്സ്, പരിസര ശുചീകരണം, ആനുവൽ മെയിൻ്റനൻസ്, ഇതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയെങ്കിൽ മാത്രമേ പറ്റൂ എന്ന തിരിച്ചറിവ് മക്കൾക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ഇത്തിൾ പോലെ ആയിരിക്കും. ഒരു വൃക്ഷത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്തിൾ അതിൻ്റെ ചുവട്ടിൽ മുളയ്ക്കും. എന്നിട്ട് വലിയ വൃക്ഷമായിരിക്കും അത്, നല്ല ഭയങ്കര വണ്ണത്തിൽ നിൽക്കുന്ന വൃക്ഷം. പക്ഷേ ഇത് ചെറിയ ഒരു വള്ളിയാണ്. അത് മെല്ലെ മെല്ലെ പടർന്ന് കയറും. പടർന്ന് കയറിയേ ആ വൃക്ഷത്തിന് മുഴുവൻ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. ആ വൃക്ഷത്തിലുള്ള കാമ്പായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇത് ചിരിച്ചേ എടുത്തുകൊണ്ട് പോവുകയാണ്. അവസാനം ആ വൃക്ഷം എന്ത് ചെയ്യും? ഉണങ്ങി ചുരുണ്ട് അത് നിലംപൊത്തും. അപ്പോഴും ആ വള്ളി ഒരുവിധം പച്ച പിടിച്ച് നിൽക്കും. ഇത്തിളുകൾ ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ഈ ഭൂമിയിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അന്യായമായ നിലയിൽ നിങ്ങളൊന്നും ഭക്ഷിക്കരുത്. ആരുടെയും ഒരു സുഖസൗകര്യങ്ങളും എടുക്കരുത്. മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളോട് ഉത്തരവാദിത്വമുണ്ട്. പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ പഠിപ്പിക്കുക, അവരെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു തൊഴിലിലെത്തിക്കുക. പെൺകുട്ടികളാണെങ്കിൽ അവരെ വിവാഹിതരാക്കി അതിൻ്റെ സമയത്ത് വിടുക. അങ്ങനെയുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറിക്കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. തങ്ങളുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് ആനന്ദം നൽകുന്നതായിരിക്കണം. അവർ സ്വാർത്ഥരായി പോകരുത്. അവർ ഇത്തിൾ കണ്ണികളായി പോകരുത്. അവരുടെ സമ്പത്ത് ഒരുപാട് ചെലവഴിച്ചാണ് ഈ മക്കൾ ഈ നിലയിലേക്ക് എത്തിയതെന്ന് തിരിച്ചറിയണം. അപ്പോൾ ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചൊരു കോമ്പൻസേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. അതിന് ശേഷവും നമ്മളെല്ലാം മാതാപിതാക്കളിൽ നിന്ന് കാക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്കാണ് എന്നുള്ള ആ ധാരണ അതങ്ങ് അവസാനിപ്പിക്കണം. ഉത്തരവാദിത്വം നിറവേറ്റുക. യാ അയ്യുഹല്ലദീന ആമനു, ഇതൊക്കെ വിശ്വാസികൾക്കുള്ളതായതുകൊണ്ടും നമ്മളിത് വെറുതെ കേൾക്കുന്നതാണെന്നുള്ളതുകൊണ്ടും ഇതനുസരിച്ച് നമ്മൾ ചെയ്യുന്നവരല്ലാത്തതുകൊണ്ടും നമുക്കിതൊന്നും ബാധകമാകത്തില്ല. അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഇറക്കുന്ന ഓരോ തുള്ളി ആഹാരവും
നമ്മൾ ഒരിടത്ത് ഒരാളോടുള്ള ഹക്ക് നമ്മൾ നിറവേറ്റാതെ കണ്ട് നമ്മൾ അന്യായമായി ഭക്ഷിക്കുകയാണെങ്കിൽ അത് ആരുടേതോ ആവട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇസ്ലാമിൻ്റെ അധ്യാപനമനുസരിച്ച് ഒരു 7 വയസ്സ് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ മുറിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കണം. എൻ്റെ മാതാവും പിതാവും, അതുകൊണ്ട് എനിക്ക് എന്തും ഇത് ആവാം. ഇസ്ലാമിൽ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കൂ. തോന്നിയാസം കാണിക്കാനുള്ളതല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അച്ചടക്കത്തോടെ ശാന്തസുന്ദരമായ ഒരു ജീവിതക്രമം, ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള തുടക്കമാണ് വിവാഹം. അവിടെ നിന്നും രൂപപ്പെട്ടു വരുന്ന അടുത്ത തലമുറ, അള്ളാഹു ഭൂമിയിൽ നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന തലമുറ, അവർക്ക് നൽകുന്ന പാഠങ്ങളാണിത്. നിങ്ങൾ പരസ്പരം അന്യായമായി നിങ്ങളുടെ ധനമെടുത്ത് തിന്നുകളയരുത് എന്ന് പറഞ്ഞാൽ അന്യായമായ ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യരുത്. എല്ലാം ന്യായപൂർണ്ണമായിരിക്കണം. നിങ്ങൾ കിടക്കുന്ന സ്ഥാപനത്തോട്, വീട്ടിനോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. നിങ്ങളുടെ വീടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വർഷമാകുമ്പോൾ ആനുവൽ മെയിൻ്റനൻസ് ചെയ്യും. ഇതിനത് വൃത്തിയായിട്ടിരിക്കാൻ. അവിടെ വല്ല കേടുപാടുകളുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ ദൂരീകരിക്കും. അതിനകത്ത് സുഖമായിട്ട് കഴിയാൻ. അതിനെല്ലാം നിങ്ങൾ എന്താ മുടക്കുന്നത്? ധനം മുടക്കും. ഇതുപോലെ നമ്മളൊരു ലോഡ്ജിലോട്ട് പോയി ഒരു ദിവസം 2 ദിവസം സുഖം അനുഭവിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അവർ പറയുന്ന ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നാലേ ആ പണം അവിടെ കെട്ടിവെച്ചെങ്കിലേ അവിടെ പറ്റും. അതുപോലെ നമ്മൾ ഏതൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ആ വീട്ടിൽ നമുക്കെന്തെങ്കിലും ഒരു ഗിഫ്റ്റുകളോ, അതുപോലെ അവർക്കൊരു രീതിയിലുള്ള പ്രയാസവും വരാതെ വീണ്ടും ഈ അതിഥി, ഈ മക്കൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണം, ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന നിലയിൽ കഴിയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. എൻ്റെ മോൻ വരണം, എൻ്റെ മോൾ വരണം, എൻ്റെ ആൾക്കാരൊക്കെ വരണം എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് കടന്നു വരണമെങ്കിൽ നിങ്ങൾ ഈ മര്യാദകളൊക്കെ പാലിച്ചിരിക്കണം. അതല്ല നിങ്ങളവിടെ വന്ന് നശിപ്പിച്ച് നാറായക്കല്ല് തോണ്ടിയിട്ടാ പോകുന്നതെങ്കിൽ ഈ മാതാപിതാക്കൾ അവിടെ ഇരുന്ന് ദുആ ചെയ്യും, ഈ സന്താനങ്ങളെ ഇങ്ങനെ വിടല്ലേ എന്ന്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ദുആ കിട്ടുന്നതിന് ഇതിപ്പോൾ ഈ വിഷയം വരുന്നത് നമ്മൾ ഈ വിശ്വാസികളാണെന്ന് പറഞ്ഞുള്ള ഒരു നടത്തത്തിലൂടെ ആയതുകൊണ്ടാണ്. ഇത് ഈ വിശ്വാസത്തിലല്ല എങ്കിൽ പിന്നെ എങ്ങനെ കയറി ആരുടെ വേണമെങ്കിലും ആക്രമിച്ച് എടുത്ത് നമുക്ക് സുഖമായിട്ട് ഇഹലോകത്തും പരലോകത്തും ഇല്ലല്ലോ, ഇഹലോകത്ത് കഴിയാമെന്നുള്ള ധാരണയിലൂടെ പോകാമെന്ന് വയ്ക്കാം. പക്ഷേ ഇത് വായിച്ചു പോയെങ്കിൽ, ഇത് മനസ്സിലാക്കി പോയെങ്കിൽ ഈ നന്മ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റില്ല. ഫദക്കർ ഇന്നമാ അൻത മുദക്കർ, നീ അവർക്ക് ഉത്ബോധനം കൊടുക്കണം. നീ ഉത്ബോധനം നൽകുന്നവൻ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ ആ വീട്ടിൽ 1, 2, 3, 4, 5, 10 ദിവസം തങ്ങുന്നു എങ്കിൽ ആ വീട്ടുകാർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരാത്ത നിലയിൽ അവിടെ ആ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ സുഖസൗകര്യങ്ങളൊക്കെ പണം മുടക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. അത് വീണ്ടും ശക്തിപൂർവമായിട്ട് നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യണം. ചിലർക്ക് ഈ മര്യാദകളൊന്നും അറിയത്തില്ല. ആ വീട്ടിൽ സൗകര്യമുണ്ടോ, അവരുടെ അടുത്ത് പോകേണ്ടതാണോ, അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളതൊന്നും അറിയാതെ നമ്മുടെ ബന്ധസ്വന്തങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങ് കയറി അങ്ങ് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവരുടെ അടുത്ത് ചോദിച്ച് അനുവാദം വാങ്ങിച്ച് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നറിഞ്ഞ് അവരുടെ സമയവും സൗകര്യവും പരിഗണിച്ച് ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ സലാം പറഞ്ഞ് അവർ 2-3 പ്രാവശ്യം സലാം പറയുക. സലാം പറഞ്ഞ് സലാം മടക്കി നിങ്ങൾ കയറി വരാൻ പറയുന്നെങ്കിൽ മാത്രമാണ് അവിടെ എൻട്രി ഉള്ളത്. ഈ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് നേരത്തെ തന്നെ അനുവാദം വാങ്ങിക്കാനും ചോദിക്കാനുമുള്ള സമയവും സൗകര്യവും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കിടക്കുന്നിടമെങ്കിലും ഒന്ന് നന്നായി കിടക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മൾ ചെല്ലുന്ന വീടുകൾ അതുപോലെ നന്നായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കണം പോകേണ്ടത്. അവിടെ ചെന്ന് ഒരു സംഹാരതാണ്ഡവം ആടിയിട്ടാവരുത് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ സാന്നിധ്യവും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കണം, സന്തോഷകരമായിരിക്കണം.
ആ നിലയിൽ നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ ധനം നിങ്ങൾ തിന്നരുത്, ബിൽ ബാത്തിലി, അന്യായമായ നിലയിൽ, അധാർമികമായ നിലയിൽ. എല്ലാം തക്കൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട നിലയിൽ നിങ്ങൾ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങളും കാര്യങ്ങളും നിങ്ങൾ എടുത്തുകൊള്ളുക. എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം വേണം. നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും സംതൃപ്തി ഉണ്ടായിരിക്കണം. അൻ തറാദിൻ മിൻകും, നിങ്ങൾക്കിടയിൽ തൃപ്തി ആയ നിലയിലുള്ള കച്ചവടമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇതെല്ലാം ഒരു സൈസ് ബിസിനസ്സാണ്. പരസ്പരം തൃപ്തിയോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരാൾ നമ്മളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ദാഹിച്ചിരിക്കും. ഇന്ന ആൾ, ഇന്ന കുടുംബം നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ എത്ര ഹൈറായിരുന്നു എന്ന്, സന്തോഷകരമായിരുന്നു. വലാ തഖ്തുലൂ അൻഫുസക്കും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. ഇനി നിങ്ങൾക്കിടയിൽ നിങ്ങൾ അന്യായമായിട്ട് കൊല്ലരുത് കേട്ടോ, കൊല നടത്തരുത്. അത് പല രീതിയിലുള്ള കൊലകളാകാം. നിങ്ങളുടെ നെഫ്സുകളെ നിങ്ങൾ വധിക്കുക, സ്വയം വധിക്കുക. അതുപോലെ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ വധിക്കുക. കടാരയെടുത്ത് കുത്തി കൊല്ലുന്നതിന് ഇത് ഒരു വധമാണ്. ഇതല്ലാത്ത വധവുമുണ്ട്. അന്യായമായിട്ട് അവനോട് പ്രവർത്തിക്കുന്നതും വധമാണ്. അപ്പം നിങ്ങൾ പരസ്പരം ഒരു രീതിയിലും അന്യായമായി നിങ്ങളുടെ സഹോദരങ്ങളെ, അതുപോലെ നിങ്ങളുടെ നെഫ്സുകളോട് നിങ്ങൾ അന്യായം പ്രവർത്തിക്കരുത് കേട്ടോ. നമ്മളൊക്കെ ഓരോ ആത്മാവാണ്, ഓരോ ആളുകളാണ്. നിങ്ങൾ അന്യായം പ്രവർത്തിക്കരുതെന്നാണ് പറയുന്നത്. വലാ തഖ്തുലൂ, നിങ്ങൾ കൊല്ലരുത്. നിങ്ങളുടെ നെഫ്സിനെ നിങ്ങൾ കൊന്നു കളയരുത്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. നിങ്ങളുടെ സഹോദരൻ്റെ ആത്മാവിനെ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നമുക്ക് സ്വയം സംതൃപ്തി ഉണ്ടായി വളരുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളുടെ ആത്മാവിനും സംതൃപ്തി ലഭ്യമാകുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും അനുഗ്രഹവും സന്തോഷവും ഉണ്ടാകണം. അപ്രകാരം അനുഗ്രഹവും സന്തോഷവും ഉണ്ടാകാത്തടത്തേക്ക് നിങ്ങൾ കടന്നു ചെന്ന് അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ ധനം നിങ്ങൾ ഭക്ഷിച്ചു പോകരുത്, ബിൽ ബാത്തിലി, അധാർമികമായ നിലയിൽ. തികച്ചും ന്യായയുക്തമായ നിലയിലായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. എല്ലാ അന്തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾക്ക് പരസ്പരം തൃപ്തിപ്പെട്ട നിലയിലുള്ള കച്ചവടം എന്തും നടത്താം. പക്ഷെ അതെല്ലാം ഒരു കച്ചവടമാണ് കേട്ടോ. ആ കച്ചവടം നിങ്ങൾക്ക് പരസ്പരം തൃപ്തി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ ലാഭനഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പരസ്പരം സന്തോഷത്തോടെ കഴിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകളൊക്കെ കറക്റ്റായിരിക്കണം. എന്നാലേ ആ തൃപ്തി ഉണ്ടാവൂ. വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ സ്വയം വധിക്കരുത്. അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ വധിക്കരുത്. ഡബിൾ മീനിങ്ങാണ്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, നിങ്ങളോട്, ഈ അന്യായം ചെയ്യുന്ന നിങ്ങളോടൊക്കെ എത്ര റഹീമായിട്ടാണ്, എത്ര കരുണയോടുകൂടിയാണ് അള്ളാഹു പ്രവർത്തിക്കുന്നതെന്നറിയാമോ? ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു കാന ആകുന്നു, ബിക്കും നിങ്ങളോട്, റഹീമ, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മളൊക്കെ താന്നി പോയക്കായ ആളുകളാണ്. നമ്മളിപ്പോഴും ഈ ഭൂമുഖത്ത് മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ ജീവിക്കുന്നത് അവൻ്റെ കാരുണ്യത്തിൻ്റെ, അല്ലെങ്കിൽ എപ്പോഴേ ഈ റൂഹ് തിരിച്ചു പോകേണ്ടതാണ്. അവൻ്റെ കരുണ കൊണ്ട് മാത്രം നമ്മൾ ഓരോരുത്തരും ജീവിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ, ഉപദേശങ്ങൾ തിരിച്ചറിഞ്ഞ് അവൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് പര്യാപ്തമായ നിലയിൽ നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങളുടെ വീടുകളിൽ, ആരുടെ വീടോ ആവട്ടെ, നിങ്ങളുടെ മാതാവിൻ്റെ ആകാം, നിങ്ങളുടെ പിതാവിൻ്റെ ആകാം, നിങ്ങളുടെ സന്താനങ്ങളുടെ ആകാം, നിങ്ങളുടെ ബന്ധുക്കളുടെ ആകാം, നിങ്ങളുടെ സ്വന്തക്കാരുടെ ആകാം, നിങ്ങളുടെ കൂട്ടുകാരുടെ ആകാം, ആരുടെ വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോഴും സമാധാനം, അസ്സലാം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന സന്ദേശവുമായി പോകുമ്പോൾ അവർ തരുന്ന ആഹാരങ്ങൾ അതുപോലെ വാരി വിഴുങ്ങി ഇങ്ങ് വരുമ്പോൾ അവരായിരക്കണക്കിന് രൂപ മുടക്കിയാണ് അവർ ഈ ആഹാരം തയ്യാറാക്കുന്നത് എന്ന ചിന്ത കഴിക്കുന്ന നമ്മളിലേക്കുണ്ടാകണം.
അവർക്ക് തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ആ വലിയ ത്യാഗത്തിന് അർഹമായ ഗിഫ്റ്റ് കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ കൊടുത്തിരിക്കണം. അങ്ങനെ ആ കുടുംബത്തിന് നമ്മുടെ സാന്നിധ്യം കൊണ്ട് വളരെ വലിയ അനുഗ്രഹം ഉണ്ടാകുന്നതിന് ഉള്ള കാരണങ്ങളായി തീരണം. ഇതൊക്കെ പഠിക്കാതെ ഒരു വീട്ടിൽ കയറി ചെന്നാൽ അവർ പ്രാകും. ഈ ശല്യം, ഈ നാശം ഇവിടുന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ. അതിനുള്ള ഇടവരുത്തരുത്. നിങ്ങൾ കാരുണ്യത്തിൻ്റെ ആളുകളാണ്, കരുണയുടെ ആളുകളാണ്, ദയാവായ്പിൻ്റെ ആളാണ്, സ്നേഹത്തിൻ്റെ ആളുകളാണ്, സന്തോഷത്തിൻ്റെ ആളുകളാണ്, കൊടുക്കൽ വാങ്ങൽ കൃത്യമായി പൂർത്തിയാക്കുന്നവർ ആയ ആളുകളാണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കൈ അൽ യദുൽ ഉൽയ ഖൈറും മിൻ യദി സുഫ്ല. ആരുടെ കൈയാണോ ഉയർന്നു നിൽക്കുന്നത് താണ കൈയേക്കാൾ ശ്രേഷ്ഠമായതാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈ എപ്പോഴും വാങ്ങുന്ന കൈയേക്കാൾ ഉന്നതിയിലാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അത് കണ്ട് നമ്മൾ സത്യവിശ്വാസി നമുക്ക് ഒന്നും കൊടുക്കണ്ട, നമുക്കെപ്പോഴും വാങ്ങിക്കാൻ നിന്നാൽ മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഈ കൊടുക്കുന്ന കൈ വാങ്ങുന്ന കൈയേക്കാൾ ഉത്തമമാണ് എന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ഉത്തമരാകുവാൻ, ഉയർന്നവരാകാൻ, ഉന്നതരാകുവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെപ്പോഴും കൊടുക്കാൻ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളണം. ധർമ്മം സ്ഥാപിക്കപ്പെടണം. ധർമ്മം സ്ഥാപിക്കുന്നതിന് ത്യാഗങ്ങൾ ആവശ്യമാണ്. ത്യാഗ നിർഭരമായ ജീവിതം കൊണ്ട് മാത്രമേ ധർമ്മം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അധർമ്മികളായ ആളുകൾ വളരെ കൂടുതലും ധനശേഷിയുള്ളവരുമായിരിക്കും. ധർമ്മത്തിൻ്റെ ആളുകൾ വളരെ ശുഷ്കിച്ച ആളുകളായിരിക്കും, വിരലിലെണ്ണാവുന്നവരെ കാണും. പക്ഷേ അധർമ്മികൾ കാലത്തിൻ്റെ പ്രവാഹത്തിൽ അവർ നശിച്ചൊടുങ്ങുക തന്നെ ചെയ്യും. എന്നാൽ ഈ ചെറു സംഘത്തിനെ അല്ലാഹു തആല സംരക്ഷിക്കാതിരിക്കില്ല. കാരണം അവൻ്റെ പ്രീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ധർമ്മസംഘമാണത്. അതുകൊണ്ട് ധർമ്മസംഘത്തിൻ്റെ ആളുകളാവാൻ നോക്കി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ലോകത്ത് നടപ്പിലാക്കുന്നതിന്, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക, അഹോരാത്രം പരിശ്രമിക്കുക. ഈ അധ്യാപനങ്ങളെ ആരാ തള്ളിക്കളയുന്നത്? ഏതൊരു ചിന്താശേഷിയുള്ള മനുഷ്യനും അത് സ്വീകരിക്കും. ചിന്താശേഷിയില്ലാത്ത മൃഗസമാനരായ ആളുകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധമായ അധ്യാപനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വചനവുമായി നമുക്ക് നാളത്തെ പ്രഭാതത്തിൽ അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ കാണാം. ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.